രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ആ ഉത്തരവിറക്കിയത് ഒരു ജില്ലാ കളക്ടറാണ്. ഇപ്പോഴാണ് ആ വിഷയം കോടതിയിലേക്കൊക്കെ പോയത്, വർഷങ്ങൾക്ക് ശേഷം. ആ ഉത്തരവിറക്കിയത് ഒരു ജില്ലാ കളക്ടറാണ്. അന്ന് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഒരു ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവ് പിൻവലിപ്പിക്കാൻ ഒരു ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പരാജയമല്ലേ എന്നാണ് എൻ്റെ സംശയം. നിഷാന്ത്, ഇതിലൊരു പ്രശ്നം, നേരത്തെ രാഹുൽ ഗാന്ധി, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കളാണ്. അവരിവിടെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സർക്കാരിനെ, ഈ ആളുകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി എത്ര ശക്തമായും എത്ര വേഗത്തിലും കാര്യമായി ഇടപെടാം, ആ സർക്കാരിനെ കൊണ്ട് കുറച്ചുകൂടി നിലപാട് മാറ്റി കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കാം, ഇത് ചെയ്യാൻ എന്തേ കഴിയാതെ പോകുന്നത്? അത് പ്രധാന വിഷയം. ഈ വിഷയത്തിൽ വയനാടിൻ്റെ ഒരു പൊതുവികാരം ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ ധരിപ്പിക്കുകയും, പക്ഷേ കോടതിയിലാണ് എന്ന കൃത്യമായ പരിമിതി ആ വിഷയത്തിലുണ്ട്. ഞാൻ പറഞ്ഞത് കർണാടക സർക്കാരിനോട് സമീപിക്കാമല്ലോ. എന്റെ ചോദ്യം ലോജിക്കുള്ളതല്ലേ? അതിന്റെ നടപടികളും അത് സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെയായി ഈ കഴിഞ്ഞ ദിവസങ്ങൾ വയനാട്ടിലടക്കം വെച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ അന്തമായ കാഴ്ചപ്പാടൊന്നും. കോടതിയുടെ വിഷയത്തെ സമീപിക്കുന്നതിന്റെ പരിമിതികൾ ആ കൃത്യമായി മനസ്സിലാക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. യോജിപ്പുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ? വയനാട്ടിൽ വെച്ച് തന്നെ ഈ വിഷയങ്ങളിൽ പ്രിയങ്ക ഗാന്ധി MP ആയതിനു ശേഷം കർണാടകയിലെ സ്പീക്കറുമായി അടക്കം ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്റ്റെപ്സ് മുന്നോട്ട് പോകുന്നുണ്ട് ശ്രീ സഹദേവൻ. ഞാൻ മനസ്സിലാക്കിയത് സുപ്രീം കോടതി കർണാടക ഗവൺമെൻറ്റിനോട് അവരുടെ ആവശ്യം എന്താണ്, എങ്ങനെയാണ് ഈ വിഷയത്തെ പരിഹരിക്കാൻ വേണ്ടി കഴിയുക എന്ന് അവരോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ആ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യണം. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ ഫയൽ ചെയ്യാൻ തയ്യാറായിട്ടില്ല. അത് അനുകൂലമായി ഇത് ഞങ്ങൾ പിൻവലിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നതാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അതല്ലെങ്കിൽ ബദൽ മാർഗം ഇത് ഏതെങ്കിലും ഒന്ന് നിർദ്ദേശിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങളായി ഇതുവരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ കർണാടക ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ആ കർണാടക ഗവൺമെൻറ്റിനോട് ഇവിടുത്തെ MP എന്നുള്ളതല്ല, MP എന്നുള്ളത് മാത്രമല്ല, പോട്ടെ, നമ്മുടെ സർക്കാരിന് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സർക്കാരിന് ഇക്കാര്യത്തിൽ കാഴ്ചപ്പാടുണ്ടോ? ഇനി ഒരു ബദൽ നിലപാട് വന്നാൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? കർണാടകത്തെ കുറ്റം കേരളത്തിന്റെ സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും ട്രാൻസ്പോർട്ട് മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കർണാടക ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതിന് പല ന്യായങ്ങളും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കേവല പരിസ്ഥിതിവാദമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ബദൽ സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കണം. അവിടെ പില്ലർ വെച്ചിട്ടുള്ള റോഡുണ്ടാക്കി അല്ലെങ്കിൽ ടണൽ റോഡുണ്ടാക്കി അതിലൂടെ സഞ്ചാരയോഗ്യമായിട്ടുള്ള മാർഗം കണ്ടെത്തണം എന്ന രൂപത്തിലുള്ള നിർദ്ദേശവും കേരള ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്.